രണ്ടുപേർക്കും ജോലിയായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. അതുപോലെ മോളെ. അതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവും സൗകര്യവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. കല്യാണമൊക്കെ എത്ര താമസിച്ചാലും കുഴപ്പമില്ല. സൂരജിനൊരു ആപത്തും ഇല്ലാതെ ഇങ്ങ് എത്തിയല്ലോ, അത് മതി എനിക്ക് സമാധാനിക്കാൻ. വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. ആദ്യം സൂരജിനെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചു നേർന്ന വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാം. അതൊക്കെ നാളെ തന്നെ ചെയ്യാമേ. വിശാലേട്ടനെ വിളിച്ച് സൂരജ് വന്ന കാര്യം അറിയിച്ചു അച്ഛാ? ഞാൻ വിളിച്ചായിരുന്നു. നന്നായി. സൂരജിനെ അന്വേഷിച്ച് വിശാലും കുറെ അലഞ്ഞതല്ലേ? അതെ, സൂരജിനെ കാണാതായതിനു ശേഷം അവൻ ഇതുവരെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതൊക്കെ അവൻ ഇനി ഇട്ടോളും. ഓരോ സംഭവങ്ങളും ജീവിതത്തിലുണ്ടാവുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാ നമ്മുടെ സ്വഭാവത്തിലുണ്ടാവുന്നത് അല്ലേ? അതെന്താ അമ്മ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? സൂരജിനെ കാണാതായപ്പോ വിദ്യമോൾക്ക് വയ്യാതായി. ആ സമയത്ത് ധന്യക്ക് ഇവരുടെ വിവാഹത്തിലുണ്ടായിരുന്ന എതിർപ്പൊക്കെ മാറിയില്ലേ? അത് പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളെക്കാളൊക്കെ വലുതല്ലേ മക്കളുടെ ജീവിതം. ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഞാൻ എന്റെ വാശിയും മുറുക്കി പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ?